ഹലോ, വെൽക്കം ടു ദിപ്സ് മീ വേൾഡ്. ഇത് ഓസ്ട്രിയ സലംസി ലേക്കിൻ്റെ അടുത്ത് ഞാൻ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദിപ്സ് മീ വേൾഡ്. ഹലോ, ഹായ്. ഞാനിവിടെ സലംസിയിലാണ്, നമ്മുടെ ഓസ്ട്രിയയിൽ സാൽസ്ബർഗിൽ. അപ്പോൾ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ ആണ്, അതായത് അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നത് ഇത് പനോരമ അപ്പാർട്ട്മെൻറ്റ്സ് അവിടെയാണ്. അപ്പം ഇവിടെ വന്നപ്പം ഭയങ്കര രസം തോന്നി, ഓരോ നമ്മൾ എൻട്രി ചെയ്യേണ്ട ഓരോ പോയിന്റ്സും. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഈ വ്യൂ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, അവിടെ ഫുൾ മൗണ്ടെയിൻ, പിന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ അടുത്തുള്ളതാണ്, ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ലേക്കിൻ്റെ അടുത്തൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, നല്ല വ്യൂ ആണ്. ഞാനിത് ബുക്ക് ചെയ്തത് booking.com വെച്ചിട്ടാണ്, ലൂടെയാണ്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്തപ്പം അവർ നമുക്ക് ഇപ്പോൾ കുറേ പോയിന്റ്സ് പറഞ്ഞു, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യണം എന്നുള്ളതൊക്കെ. അതൊരു ട്രഷർ ഹണ്ട് മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന്. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ മെയിൻ എൻട്രൻസിൽ കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം ഇത് കോഡ് തരും. ആ കോഡൊക്കെ നമുക്ക് ഇമെയിലിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ booking.com നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് അവരെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടത്, കീ എങ്ങനെ കിട്ടും, ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോട്ടൽ മാതിരി ചെക്ക് ഇൻ ചെയ്യാൻ റിസർവേഷനോ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സും ഇല്ല. ജസ്റ്റ് സെൽഫ് ചെക്ക് ഇൻ, സെൽഫ് എല്ലാതും സെൽഫാണ്. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അവരൊരു കോഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണം, എന്നിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ കയറി ഉടനെ നമുക്കിവിടെ കാറുമായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇതൊരു 4 നില എന്ന് പറയാം, 4 നിലയിലൊരു അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ നല്ലൊരു വ്യൂ ആണ്. ഒരു ഗാർബേജ് ഇടാനൊരു സ്ഥലം. ഉള്ളിലേക്ക് കയറി ഇനി നമുക്ക് കീ എടുക്കേണ്ട സ്ഥലം നോക്കാം, കീ എങ്ങനെ എടുക്കേണ്ടതെന്ന്. സോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിലിൽ തന്നിട്ടുണ്ടായിരുന്നു, മെയിൻ ഡോറിൻ്റെ അടുത്തൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെയും സെപ്പറേറ്റ് ഒരു പിൻകോഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ പിൻകോഡ് വെച്ചിട്ട് നമ്മൾ തുറക്കണം ആ ഒരു ബോക്സ്, കീൻ്റെ ബോക്സ്. ഓക്കെ ഓക്കെ, സോ ഇതാണ് ആ ബോക്സ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നടിക്കുക അത്. അപ്പം ഇത് ഓപ്പണായി. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ട് കീ എടുക്കണം. ഓക്കെ, ഇത് അപ്പോൾ ഈ ഡോറിൻ്റെ കീ കിട്ടി. ഇനി നമുക്ക് മെയിൻ ഡോറിനും റൂമിനും സെയിം കീ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്.
ഇതാണ് ഹോസ്റ്റൽ ഒക്കെയാണ് തോന്നുന്നത്.